അന്നനട അത് മാളയിലുള്ള ഒരു സ്ഥലമല്ല. അന്നനട മാളയല്ല, കുണ്ടന്നൂര്. കുണ്ടന്നൂര് വായിച്ചില്ല ഞാനും പറയും. നിന്റെ കാലിന്റെ ഫോട്ടോ ആണ് ആദ്യം എടുക്കണത്. എന്തിനാ കാലിന്റെ ഫോട്ടോ എടുക്കണം? ഓ, ഈ ഫോട്ടോ കാണിച്ചിട്ട് വേണ്ട. നീ നല്ല നടപ്പുകാരനാ, നാട്ടുകാർക്ക് അറിയണ്ടേ? ഇവിടെ പട ഞാനെന്താ ജയിലിൽ നിന്ന് വരികയാണോ? നല്ല നടപ്പുകാരൻ. എന്റെ കല്യാണം കഴിച്ചിട്ടില്ല, അറിയാമോ നിനക്ക്? കെട്ടാൻ മുട്ടിരിക്കാൻ ഞാൻ, അറിയാവാ? എന്താണ് ഇത്ര ടെൻഷൻ? എന്താണ് നിന്റെ ടെൻഷൻ? ഉണ്ടോ? എനിക്ക് ടെൻഷൻ ഉണ്ടോ? കണ്ട മുഖം കണ്ട. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണ? ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കണമെന്ന്? 25ാമത്തെ വയസ്സിൽ പെണ്ണ് കാണാൻ പോയപ്പോ ഇവൾ എന്നോട് പറഞ്ഞ, എന്റെ ചേച്ചി പറഞ്ഞാണ്, നീ ടെൻഷൻ അടിക്കണമെന്ന്. വയസ്സ് 45, പെണ്ണ് കെട്ടിട്ടില്ല. ടെൻഷൻ അടിക്കണമെന്ന് നിന്റെ ചേച്ചി എന്റെ വയസ്സിൽ നാട്ടുകാരൊക്കെ അറിയില്ലേ? ചിങ്ങം വരുമ്പോ 49 വയസ്സായി. എന്റെ നീല സാരി കൊടുത്ത അമ്മച്ചി, ഞാൻ അമ്മ ഇല്ലാത്തൊരു വിധവനാണ്. എന്നെ കേട്ടാ മറ്റേ അനുഗ്രഹം ഉണ്ടായാലേ. പെണ്ണ് കെട്ടാൻ വേണ്ടി ഓഡിറ്റോറിയത്തിൽ ഇരുന്നാണ്. 10:45 മുഹൂർത്താണ്. ഇവിടെ വന്ന് ബ്യൂട്ടീഷ്യൻ ചെയ്യണമെന്ന് പറഞ്ഞ് കേട്ടിട്ട് പെണ്ണിറക്കിയിട്ടില്ല. 22ാമത്തെ പെണ്ണാണ്. ഇനി പെണ്ണ് കെട്ടിയില്ലെങ്കിൽ എനിക്ക് കല്യാണം ഇല്ലെന്നാ ചോദിച്ചാൽ പറഞ്ഞേക്കണം. അതിനുവേണ്ടി ഇവിടെ വെച്ച് കെട്ടാമെന്ന് അറിയാവാ? എല്ലാരും ഉണ്ടായാലോ? കൂടെ ഉണ്ടാവണം. പെണ്ണിനെ വിളി, പെണ്ണിനെ വിളി. രമേ, രമേ, രമേ. ഇത് ഏതാണ് ഈ പറയാൻ പുഴു? എന്താ എന്താ വിളിച്ചത്? ആരെ വിളിച്ചു? ആരെ വിളിച്ചു? റമോന്ന് വിളിച്ചു. രമോന്നല്ല, രമേ രമേന്ന് വിളിച്ചാണ്. ഞാൻ എന്റെ ഭാര്യ. ഓ, അപ്പം തന്റെ ഭാര്യയാണ് അവിടെ? താനാണ് കല്യാണം കഴിക്കാൻ? ഞാൻ കെട്ടാൻ മുട്ടിയിരിക്കണ ഇറക്കുന്ന 22ാമത്തെ പെണ്ണാണ്. അതുകൊണ്ട് മുഹൂർത്തത്തിൽ പെണ്ണിനെ വിളിക്കും. ഞങ്ങൾ കെട്ടാൻ അമ്പലത്തിൽ ഇങ്ങോട്ട് വന്നത്. ഓ, തന്റെ പെണ്ണല്ലേ ഇരിക്കുന്നത്? ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഇപ്പം റെഡി ആയിക്കൊണ്ട് ഞങ്ങൾ ഇപ്പം ഇങ്ങോട്ട് വരാം. എല്ലാം കൂടെ റെഡി ആയിട്ടിരുന്നോളാം. ഓക്കെ, സമാധാനപ്പെടാ, അവരൊക്കെ വരുമെന്നേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്റ്റില്ലെടുത്താലോ? സ്റ്റില്ലെടുക്കാൻ ഈ സമയത്ത് ഞാൻ കെട്ടാൻ മുട്ടിക്കുമ്പോ ചില്ലെടുക്കാൻ. ചില്ലെടുക്കാന്നല്ലോ, സ്റ്റില്ലൊരു ഫോട്ടോ എടുത്താൽ. ഓക്കെ, അങ്ങനെ ഒരു കാര്യം. എന്റെ സിമ്പിൾ അടിച്ചു. ഒറ്റക്കുള്ള സിംഗിള്. അത് വേണ്ട, ആദ്യം ഗ്രൂപ്പ് അടിക്കാം. ഒന്നിച്ചിരിച്ചേ, ഒന്നിച്ച് ഇവിടെ ഇരിക്കാൻ, ഒന്നിച്ചിരിക്കാൻ. പിന്നെ ഇരിക്കാനല്ല, ഒന്നിച്ചിരിക്കാൻ. ചിരിക്കടി, ചിരിക്കി. അതെ, ഈ ചിരി ഇതിനകത്ത് ഫോട്ടോയിൽ ഉണ്ടാവില്ല. പിന്നെ നീ ചിരിക്കാൻ കാണിച്ചാൽ മതി, അല്ലാതെ സൗണ്ട് ഇടണ്ട. ഓക്കെ, ചിരിക്കി. ഇനി കീറി കീറി പോകണം. പടേ, നിങ്ങളോട് ചിരിക്കാൻ പറഞ്ഞില്ല. പിന്നല്ല, ഞാൻ ഈ കുട്ടിയുടെ ചിരിക്കാൻ പറഞ്ഞു. എന്താ പേര്? പ്രിയ. നൈസ് നെയിം. ഒന്ന് ചിരിച്ചേ. അയ്യോ, സൂപ്പർ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ചിരിക്കുന്നു. കോമഡിക്കാരിയാണല്ലേ? അതെ, ഞാൻ ചോദിച്ചത് എന്താ ചെയ്യുന്നെന്ന്. ഞാൻ പഠിക്കുന്നു. ഞാൻ സിനിമയിലെ ക്യാമറമാനാണ്. ഉടനെ അങ്ങോട്ട് പോവുകയാണ് കൊളുത്ത ചൂട്ടി. ഈ സിനിമയിലെ സീരിയൽ എന്തെങ്കിലും ചെയ്തോ? എന്റെ കല്യാണത്തിന് സിമ്പിൾ അടിക്കാൻ വിളിച്ചാണ്. അത് എടുത്താൽ മതി. ഗ്രൂപ്പ് എടുത്തേ. ഗ്രൂപ്പ്. ഓക്കെ, റെഡി ആയിരിക്കണേ. എന്താണ് ചാടണ? പിന്നെ ആക്ഷൻ പറയേണ്ട കാര്യം എന്താണ്? സിനിമ ഷൂട്ടിംഗ് ആണ്. ഞാൻ പറഞ്ഞോക്കെ, ഞാൻ സിനിമയിലെ ക്യാമറ ഒന്ന് പറഞ്ഞു കൊടുക്കും. ആക്ഷൻ പറഞ്ഞല്ല, എന്നെ ആരോ പ്രാഗ്യപ്പോ തുമ്മിനാന്ന്. നോക്കട്ടെ, റെഡിയല്ലേ? ഒരു കാര്യം ചെയ്യും, ഒന്ന് നിങ്ങൾ ഇച്ചിരി ഇങ്ങോട്ട് പറ. ഇപ്പൊ വന്ന് രണ്ടുപേരും ഇപ്പൊ വന്നേ. ഒരു വെറൈറ്റി സാധനം ഉണ്ട്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് മാറ്. ക്യാമറ അടിച്ചോ. ഞങ്ങളുടെ ഒരു സ്റ്റിൽ. നിന്റെ ഫോട്ടോ ഇതിനെടുക്കണം. അയ്യോ, ഞാൻ ഈ കല്യാണത്തിന് ഒന്നെന്ന് അറിയണം. നിന്നെ കല്യാണം വിളിച്ചിട്ടില്ല, അഥവാ സദ്യ കൊണ്ട കവർ തന്നാ നീ കല്യാണത്തിന് നാട്ട് കരുതിക്കോളാം. അതൊന്നും വേണ്ട. ഇടി അമ്മാവന് വേണ്ടി തേടി. എന്റെ ദൈവം, ഇത് എവിടെ പോയി കിടക്കണം? കല്യാണത്തിനെപ്പ വരും നിന്റെ അളിയരും മാമാവനും പൊന്നേ. കല്യാണത്തിനെപ്പ വരും നിന്റെ അളിയരും അമ്മാവനും പൊന്നേ. എന്തായി കാണിക്കണത്? ഏതോ സമിതിയത? തോട്ടപ്പള്ളി തിയേറ്റർ നാടൻപാട്ട് കലാസമിതി. മൂട്ടി തിയേറ്റർ ഓടിക്കും ഞാൻ. ഇതുവരെ ഇറങ്ങിയിട്ടില്ല, അറിയാവാ?
കല്യാണമായിട്ട് ഇതുവരെ ഇറങ്ങിട്ട്. എടാ അത് നിനക്ക് ഉത്തരവാദിത്തം ഇല്ലാത്തതുകൊണ്ടാണ്. നിന്റെ കല്യാണത്തിന് നീ നേരത്തെ ഇറങ്ങണം. അതിന് എന്നെ എന്തിനാ കുറ്റം പറയുന്നത്? എടാ നരപ്പ അമ്മാവ, ഞാനല്ല, പെണ്ണ് ഇതുവരെ ബ്യൂട്ടി പാർലറിൽ ഇറങ്ങിയിട്ടില്ലെന്ന്. മുഹൂർത്തം തെറ്റിയായിട്ട് കല്യാണം കൊളവായിരിക്കും. കല്യാണം ഉണ്ടായാലും പോണാൽ പോകട്ടും പോടാ. ഇടാ നിന്റെ കല്യാണം മുടങ്ങിയാൽ ഞാൻ കല്യാണം നടത്തി തരും. ആരുമായിട്ട്? ഇടാ നീ എന്ന് പറഞ്ഞ് കണ്ണിൽ എന്നെ വെച്ച് കാത്തിരിക്കുന്ന ഒരു പെങ്കൊച്ചുണ്ടെന്ന്. ഏത് പെങ്കൊച്ച്? എന്റെ മോള് ഭൈമി. നിന്റെ അയ്യോ, അവള് കെട്ടി 5-6 പിള്ളേരുള്ളതല്ലേ. എടാ അവളെ ഇട്ട് അവൻ പോയില്ലേ? അതിന് നീ ഒരു വാക്ക് മൂളിയാൽ ആ 2 പിള്ളേരെ 3 പിള്ളേരെ പാല് കൊടുത്ത് ഉറക്കി കടത്തി വെച്ച് പുലിമുരിയിൽ ലാലട്ടം നിൽക്കുന്നവർക്ക് ഇങ്ങനെ വന്ന് നിൽക്കുക. അവള് താലി കെട്ടാനും വേണം. ഇപ്പൊ അവിടെ നിന്നാ മതി. എനിക്ക് എന്റെ സ്വർണ്ണ മതിയാ? അതെങ്കിൽ മതി. ഞാൻ പറഞ്ഞോളൂ അവള് റെഡിയായിരുന്നു. അളിയാ, ഇതെന്താണ് അളിയാ? അളിയാന്നറിയാലോ എനിക്ക് ഡാൻസ് എന്ന് പറഞ്ഞ ഭ്രാന്താണ്. നിനക്കല്ലേലും നിന്നെ കണ്ടാലേ ഭ്രാന്താണ്. എടി എല്ലാവർക്കും ഞാൻ ഡ്രസ്സ് മേടിച്ചു തന്നാ. ഇവന് ഡ്രസ്സ് മേടിച്ചു കൊടുത്ത എന്റെ കല്യാണത്തിന് ഒന്ന് കോലം നോക്കിയവൻ. അളിയന്റെ കല്യാണത്തിന് ഒരു സിനിമാറ്റിക് ഡാൻസിന്റെ കോസ്റ്റ്യൂമിൽ പറഞ്ഞ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇതൊന്നല്ല, ഇത് കഴിഞ്ഞിട്ട് കണ്ട് മാറ്റിയിട്ടുണ്ടല്ലോ. എന്റെ റിസപ്ഷൻ സമയത്ത് ഞാൻ ഡേഞ്ചറസ് എന്നൊരു സാധനം ഡേഞ്ചറസ് ആണ് നിൽക്കണം. ഞാൻ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഞാൻ പറഞ്ഞു. അപ്പൊ അമ്മാവൻ പറഞ്ഞ സാധനം മാറ്റി. ഏത് കിറിങ്ങനെ നോക്കിട്ട് രവീന്ദ്രൻ പോലെ അതിന്റെ ആ സാധനം ഉണ്ട്. അപ്പൊ നീ ആ സാധനം അടിക്കുമ്പോ ഞാൻ ഇടയിൽ കിടന്ന് ഇങ്ങനെ പുഴു അടിക്കുന്നത്. മുഴുവനെ ഹിറ്റ് അടിച്ച് ഞാൻ കൊല്ലും. ഞാൻ പറഞ്ഞു. എനിക്ക് ദേഷ്യം, എന്നോട് ഭയങ്കര ദേഷ്യമാണ്. ഇത് അമ്മാവ സത്യം പറയണ്ടല്ല, ഇവളല്ല ഞാൻ കെട്ടേണ്ടത്. പിന്നെ ജാതക പ്രകാരം ഞാൻ വേറൊരു പെണ്ണിനെ കെട്ടേണ്ടത്. ഇതെന്റെ തല കെട്ടിരുന്നല്ലേ ഇവിടെ. എങ്ങനെ കെട്ടിവെക്കാതിരിക്കും? എങ്ങനെ കെട്ടിവെക്കാതിരിക്കും? എന്റെ വീട്ടിൽ രാത്രി 9 മണി കഴിഞ്ഞാൽ കറണ്ട് ഇല്ല. ഫീസ് അടിച്ചു പോകണം. എല്ലാ ദിവസവും ഫീസ് പോയി ഞാൻ കേസ് വിളിച്ചു. ഒരു ദിവസം ഞാൻ നോക്കാനായിട്ട് ഇരുന്നു. നോക്കപ്പോ എന്താണ് വേലിക്ക വന്നതേ ഇങ്ങനെ നിർവേദം കളിക്കാണ് രണ്ടുപേരും കൂടി. അത് ഞാൻ മീൻകറി മേടിക്കാൻ വേണ്ടി ഒന്നും. പിന്നെ മീൻ കറി മേടിക്കണം ഇങ്ങനെയല്ലേ? ഞാൻ നേരെ പിടിച്ച് കെട്ടിച്ചു കൊടുത്താണ്. അല്ല വേറെ കേസം അവൻ തലയെ വെച്ച് തന്നാലും നീ തലയെ ചുമക്കേണ്ട കാര്യമില്ലായിരുന്നു. അല്ല അമ്മാവ, എന്റെ പണി എന്താണ്? നീ ലോഡിങ് കയറണായിരുന്നു. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും തലയിൽ വെച്ചാൽ ഞാനത് ചുമക്കും. എന്നാലും വഴി വെച്ച് കൊടുക്കും. ഈ പെണ്ണിന് കഴിഞ്ഞാൽ പെണ്ണിനെ വിളിക്ക്. പെണ്ണിനെ വിളിക്കാൻ രമേനെ ഇറക്കി വിടാ. മുഹൂർത്തം തെറ്റുമോ എനിക്ക് കേട്ടോ? അതെ, മേക്കപ്പ് പകുതി ആയിട്ടുള്ളൂ. അയ്യോ, അർത്ഥധാരീശ്വരനായിട്ട് ഒരുക്കി നിർത്തിയേക്കാം. അത് കുഴപ്പമില്ല, പകുതിക്ക് വെച്ച് കേട്ടാ. പകുതിയാണ് പകുതി. എന്താണ് നിങ്ങൾ രണ്ടുപേരും? ഇത് എന്റെ പെങ്ങള്. അതാരും പറഞ്ഞു കൊടുക്കും. ഇത് എന്റെ അനിയത്തി. ഇവന്റെ ശാന്തിയുടെ അനിയത്തി. അപ്പൊ നിങ്ങളൊന്ന് ബ്യൂട്ടീഷ്യൻ ഒന്ന് ഒരുങ്ങോ. അയ്യോ, ഞങ്ങള് ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല. ഞങ്ങക്ക് കാരണന്മാർ ചെയ്യുന്ന സൗന്ദര്യമുണ്ട്, കോലമുണ്ട്. അതുകൊണ്ട് ഞങ്ങള് ബ്യൂട്ടീഷ്യൻ ചെയ്യില്ല. അതെ, അത് തന്നെ. ഇത് കല്യാണ ദിവസം എല്ലാരും ഒന്ന് അടിച്ച് കുളിച്ചു. അതിന്റെ ഒരു രൂപം പോലെ ഞങ്ങൾ കിട്ടണു. അല്ലാതെ ഞങ്ങൾ ചെയ്യാറില്ല. നീ പോയി പെണ്ണിനെ മുഹൂർത്തം തെറ്റിയുടെ കല്യാണം ഒരു വിഷയമുണ്ട്. പകുതിയൊക്കെ ആയി ഏതോളം തീർന്നുകൊണ്ട് വരിക. പക്ഷേ പെണ്ണ് സാരി കൊടുത്തിട്ടില്ല. പെണ്ണിനെ കൊടുത്ത് മേക്കപ്പ് ചെയ്യാനായിട്ട് എടോ ഞാൻ ഒന്ന് പറയുമ്പോ ചേട്ടാ നീ പേടിക്കണ്ട. അമ്മാവൻ പോയെന്ന് കണ്ടേച്ചും വരാം. അങ്ങനല്ലത്. പിന്നെ ഇടാ അത് അമ്മാവൻ പോയി ഉടുപ്പിച്ചു കൊടുക്കാന്ന് സാരി. അമ്മാവന് സാരി കൊടുക്കാറിയോ? ഇത് എന്ത് കളിയാ? ഇടാ മരിക്കുന്നവരെ നിന്റെ അമ്മായിയുടെ സാരി ഉടുത്തു കൊടുക്കുന്നു, ഫ്ലീറ്റ് പിടിച്ചു കൊടുക്കുന്നമാരാണ്. അമ്മാവനാണ് എന്റെ ഭാര്യയുടെ ഫ്ലീറ്റ് ഞാൻ പിടിച്ചോളാം. അമ്മാവൻ പിടിക്കണ്ട, മനസ്സിലായ? പെണ്ണെ വിളിക്കണം. പെണ്ണ് ഇത് എന്തോ കോലാണ്. എന്താണ് എന്താണ് കാണില്ലേ? ഞാനിപ്പോ എന്താ പോയി ചോദിക്കുന്നത്? ഈ ഒരു കാര്യം 1000 രൂപ വരും. അപ്പൊ നമുക്ക് ആ ഷാപ്പിലെ പറ്റങ്ങ് പറഞ്ഞേക്കും. അതെ, സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം. എനിക്ക് താല്പര്യ. നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വെച്ചൊരു സ്ഥാനം. ഞാനാ? ഞാൻ ഫോട്ടോഗ്രാഫർ. കോട്ടയം ജാഫറാണ്. ഫോട്ടോഗ്രാഫർ. അയ്യോ അല്ല, എനിക്കൊരു അറിയാം. അവന്റെ അമ്മയുടെ പേര് താച്ചാ. എന്റെ പെങ്ങൾ ലൈനടിക്കാൻ നീ എന്തോടാ കാണിക്കുന്നത്? എന്റെ പെങ്ങളെ അടിക്കാൻ കറഞ്ഞാൻ പൊടിച്ചാണല്ലോ. മിണ്ടരുത്. അടിച്ചാ പുറകടിച്ചാൽ കല്യാണം മിണ്ടരുത്. സമാധാനം വേണം. ഇവിടെ കാരണവന്മാര് ചത്ത് മരിച്ച് പോയിട്ടില്ല. ഇവിടെ ഉണ്ടാ കാരണവന്മാര് എല്ലാം കൂടെ ചെറുപ്പം പിള്ളേരെല്ലാം കൂടെ കയറാണ്ട് കാരണവന്മാരുണ്ടാ ഇവിടെ കാര്യം തീരുമാനിക്കാൻ. ചെന്നേക്കാണ്. അത് കൊള്ളാല്ല. തോന്നിയ ദിവസം കാണിക്കണം. സമയത്ത് കാര്യം പറ. എന്നെ പ്രശ്നം എന്താ? കാര്യം പറ. വാതർന്ന് കാര്യം പറ. എന്നാ പ്രശ്നം? അയ്യേ, ഇവന് മൂക്കത്താണല്ലോ കുണ്ടി. പല ചുണ്ടി. എന്ത് ചേർക്കട്ടെ? കല്യാണം മുടക്കല്ലേ ദൈവത്തോട്. കൊച്ചാ പറയുന്ന കേക്ക്. എന്ത് കേൾക്കുന്നു? ഇവർ ഈ ദേഷ്യം കാണിക്കുന്നതിന്റെ ഇങ്ങനെയാണ് കാണിക്കുന്നത്. എടാ നമ്മുടെ പെങ്കൊച്ച അത്. അതെ, നമ്മള് വേറൊരു സ്ഥലത്ത് നിൽക്കുക. അപ്പൊ നാണക്കേട് ഉണ്ടാക്കരുത്. മനസ്സിലായ? ഇപ്പൊ ഇവൻ ഉദാഹരണത്തിന് ആ ചെറുക്കനെ ചെന്ന് അടിച്ചു. അവന്റെ കൂട്ടുകാരും വിളിച്ച് പോലീസും വന്നാൽ നിന്റെ കല്യാണം മുടങ്ങില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് പറ്റത്തില്ല. അപ്പൊ ഇത് അടിയും പിടിയും കയ്യാങ്കളിയും ഒന്നും അല്ല ഇവിടെ സമാധാനം. അതെ, നമ്മൾ മേല് വെച്ചെന്നും ഒരു കാര്യം നടക്കും. നമ്മൾ ഈ പ്രായമൊക്കെ ഞാൻ വന്ന് നിൽക്കുന്നത്. അതെ, അത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ അടിയും പിടിയും ഒന്നിനും ഒരു പരിഹാരം. അടിക്കാനും പിടിക്കാനും നിൽക്കുന്ന കാരണം ഇങ്ങോട്ട് കൊച്ചവന്മാർ അങ്ങനെ പറഞ്ഞു പറയും. പിന്നെ എന്തോ കൊച്ചിന്റെ പേര്? ബിജു.
ബിജു. എവിടുന്ന് വരുവാ? കോട്ടയത്ത് നിന്ന്. ഈ കോട്ടയത്ത് നിന്ന് രാവിലെ കുറ്റിയും പറിച്ചു വന്ന് എന്റെ ചെറുക്കന്റെ കല്യാണം മുടങ്ങാൻ കണ്ടപ്പെട്ടെ. അല്ല പറ്റിപ്പോയി കൈ. നിന്റെ കല്യാണം നടക്കൽ ഞാൻ ഫോട്ടോ അടിക്കല്ലോ. സിമ്പിൾ അടിക്കാം. ഞാൻ ഒരു മുട്ടുകാലം കണ്ട് കിട്ടിയല്ലോ. ഞാൻ അടിക്കല്ലേ ഫോട്ടോ? പ്രായമായ മനുഷ്യല്ലേടാ. പിടി എന്തുവായാലും അമ്മാന്റെ ഭാഗത്ത് കയ്യെത്താൻ പറ്റി. അമ്മാന്റെ അടിച്ചു പോയി. കാരണം അവനോട് മാപ്പ് പറഞ്ഞാൽ കാരണം ഞാൻ കാരണം നിന്റെ കല്യാണം മുടങ്ങരുത്. ശരി, അത്രേ ഉള്ളൂ. നമ്മളത് പക്ഷേ അതെ ക്ഷമിക്കുക. കാരണം പ്രായമായ മനുഷ്യനാ. അപ്പൊ അവന്റെ പേര് ഞാൻ മാപ്പ്. എനിക്ക് ഒരു മാപ്പ് എന്നോട് പറയണ്ട. എന്നോട് മാപ്പ് പറഞ്ഞ താനാ മുതുങ്ക. അത് കൊള്ളാം. കാരണവന്മാരോട് തറതറ പറയാൻ അങ്ങ് പഠിച്ചു വെച്ചേക്കോ. തളത്തിൽ സുധാകരൻ നായർ ഇനി ഈ കല്യാണത്തിൽ നിൽക്കുകയല്ല. എന്റെ മണ്ഡലത്തിൽ നീ വേണ്ട ഇറങ്ങിക്കോ. തളത്തിൽ സുധാകരൻ നായർ നിൽക്കത്തില്ല. പോകുന്നു. തളത്തിൽ ഇനി വന്ന തളർന്ന കാല് ഞാൻ തല്ലി ഓടിക്കണം. അമ്മാവനില്ലെങ്കിൽ ഞാനോടില്ല. വരയുമ്പോഴും ഞാൻ കേട്ടിക്കോളാം. ഇറങ്ങി. എന്നാ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? അല്ല നീ പോകരുത്. പിന്നെ നീ എന്റെ ചേട്ടനല്ലേ അപമാനിച്ചത്? നീ ഇവിടെ വേണം. പെണ്ണ് വേണം. പെണ്ണിന്റെ മുടി പൊക്കി കൊടുക്കാൻ പെങ്ങൾ ഇവിടെ വേണം. എന്നാ പിന്നെ നീ ചേട്ടനെ വിളിക്ക്. വേണ്ട, അവൻ പോട്ടെ. ഞാൻ വിളിച്ചോളാം. പോട്ടെ. ചേട്ടൻ വായേട്ടാ കല്യാണോന്ന്. ഞാനില്ല. അമ്മാവൻ ആക്ഷേപിച്ചു. ഞാനില്ല. അങ്ങനെ പറയല്ലേ ചേട്ടാ. ഒന്നില്ലെങ്കിൽ എന്റെ രണ്ട് മക്കളുടെ തന്തയല്ലേ നിങ്ങള്? രാജീവ് ആന്നേ. എന്നാ വാ. നിക്കടി. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. പെണ്ണിറങ്ങിയ സമയം അല്ലല്ല, കാരണവന്മാരെ പിണക്കി നിർത്തിയപ്പോ സംഭവം മനസ്സിലായ. ഞാനിപ്പോ മുടി പൊക്കി കൊടുക്കാൻ അവിടെ ഇല്ല. മുഹൂർത്തത്തിന് സമയം ഇത് ഇപ്പോഴാണ് ഉണ്ടാക്കിയ ഈ ആചാരം. മുടി പൊക്കി കൊടുത്ത് കെട്ടുന്ന ആചാരം. പിന്നെ പണ്ടില്ലായിരുന്നു. ഞങ്ങളുടെ കാലത്ത് മുടി പൊക്കി കൊടുത്തിട്ടൊന്നും അല്ല താലി കെട്ടുന്നത്. നിന്റെ അമ്മയെ ഞാൻ കെട്ടിയത് മുടി പൊക്കി തന്നിട്ട്. തെറ്റിതിരിപ്പൻ ഒരു തറ വെച്ചു, താലി കെട്ടി, സെറ്റിതിരിപ്പനെടുത്ത് അതുപോലെ വെച്ചു. അതിനിപ്പോ മുടി പൊക്കി കൊടുത്തു. എന്റെ പെണ്ണിന് മുടിയുണ്ട്. അവളൊന്ന് ഇറക്ക്. പെണ്ണുറങ്ങി. പക്ഷേ ഉറക്കരുത്. പെണ്ണിറങ്ങി നിലവിളിക്കാൻ പറഞ്ഞത്. നിലവിളക്കൊന്നും വേണ്ട. ഇറക്ക്. അയ്യോ വന്നാ മുത്ത് വന്ന എന്റെ പൊന്നെ. പിന്നെ എനിക്ക് കെട്ടാൻ മുട്ടിരിക്കാണ്. സമയം പോയി. എവിടെ താലി? എവിടെ കല്യാണം നടക്കത്തില്ലേ? താലി കുന്നങ്കരി ഷാപ്പിൽ ഇരിക്കുവാ. കള്ളു കുടിച്ച പൈസ ഇല്ലാഞ്ഞിട്ട് യവൻ എടുത്ത് പണയം വെച്ചോന്ന് എനിക്ക് ഡൗട്ട്. ഇല്ല താലിയല്ല ഞാൻ പണയം വെച്ചത്. ഇവിടെ വന്ന വെഡിങ് റിംഗ് ആണ് ഞാൻ പണയം വെച്ചത്. കാരണവന്മാരുണ്ട് അത്മാനിച്ച് പോയിട്ടില്ലേ? അങ്ങനല്ലേ വടക്കം നേരത്തെ മുഹൂർത്തം തെറ്റി. താലി എവിടെ? സമയം പോണ്ട. പെട്ടെന്ന് കെട്ടാ. എന്റെ അച്ഛനമ്മേനെ ഒന്ന് പ്രാർത്ഥിച്ചോ. സമയം പോ. ഈ ഡിസ്കോ ശാന്തി എന്നെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ജാതകപ്രകാരം കിട്ടേണ്ട. ഞാൻ വേറെ പിന്നെ ഞാൻ കെട്ടിയ പെണ്ണാണ് അതാ നിൽക്കുന്നത്. മാമ ഇനി ഞാൻ എന്ത് ചെയ്യുമാ? എടാ എന്റെ മോള് കണ്ണിൽ എന്നെ വെച്ച് കാത്തിരിക്കുവല്ലേടാ. മാമ ഞാനല്ലടാ മാമ. കയ്യിൽ കിട്ടിയ പെണ്ണിനെ വേറത്തിന് കൊണ്ട് കൊടുത്താൽ നീയാണ് മാമ. Masala